ഓർക്കിഡ് ചെടികൾ മണ്ണിൽ നട്ടാൽ പോരെ? നന്നായി വെള്ളവും വളവും ഒക്കെ കൊടുത്താൽ ചെടി വളർന്നു പൂവിടില്ലേ? പലരുടെയും സംശയമാണ്. 100% ഉറപ്പിച്ച് പറയാം, ഇല്ല. അതെന്തുകൊണ്ടാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഇന്ന് നട്ടു വളർത്തുന്ന ഓർക്കിഡുകളൊക്കെ തന്നെയും തണലും തണുപ്പുമുള്ള വനപ്രദേശങ്ങളിൽ വളരുന്ന ഓർക്കിഡ് ചെടികളിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സങ്കര ഇനങ്ങളാണ്. കാട്ടുപ്രദേശങ്ങളിൽ വലിയ മരങ്ങളുടെ തടികളിൽ ധാരാളം ഓർക്കിഡുകൾ പറ്റിപ്പിടിച്ച് വളരുന്നത് കാണാം. അവയിൽ നിന്നും സങ്കര പ്രവർത്തനങ്ങൾ നടത്തിയാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഓർക്കിഡ് ചെടികളെ ശ്രദ്ധിച്ചാൽ ധാരാളം വേരുകൾ വായുവിലേക്ക് നീണ്ടുകിടക്കുന്നത് കാണാം. മരം അവയ്ക്ക് പറ്റിപ്പിടിച്ച് വളരാനുള്ള ഒരു പ്രതലം മാത്രമാണ്. ഒരു പോഷകങ്ങളും മരത്തിൽ നിന്നും അവ വലിച്ചെടുക്കില്ല. വായുവിലേക്ക് നീണ്ടു വളരുന്ന ഏരിയൽ റൂട്ട്സ് വഴിയാണ് ഈ ചെടികൾ വെള്ളവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത്. എപ്പിഫൈറ്റിക് പ്ലാന്റ്സ് എന്നാണ് ഇങ്ങനെയുള്ള ചെടികളെ വിളിക്കുന്നത്. നമ്മൾ ഓർക്കിഡ് വളർത്തുമ്പോൾ ചെടികൾക്ക് പറ്റിപ്പിടിച്ച് വളരാനുള്ള ഒരു പ്രതലമായിട്ടാണ് പോട്ടിംഗ് മീഡിയ കൊടുക്കുന്നത്. സാധാരണയായി ചെടികൾ നടുമ്പോൾ മണ്ണ് നല്ല ന്യൂട്രിയൻ റിച്ച് ആയിരിക്കാൻ വേണ്ടി നമ്മൾ വളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കും. ചെടികൾ വേര് വഴി അവയ്ക്ക് ആവശ്യമായ വെള്ളവും പോഷകങ്ങളും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കും. എന്നാൽ ഓർക്കിഡ് ചെടികൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമേ ഇവ വലിച്ചെടുക്കാൻ സാധിക്കൂ. പലതരം ഓർക്കിഡ് ചെടികളുടെ വേരുകളുടെ വളർച്ചാ രീതി നോക്കിയാൽ ഇത് മനസ്സിലാകും. ഇത് ഡെൻഡ്രോബിയംസ്, ഇത് ഫെലനോപ്സിസ്, വാൻറ്റ, മൊക്കാറ, ഡാൻസിംഗ് ഗേൾ എന്ന് വിളിക്കുന്ന ഒൻസീഡിയം. എല്ലാത്തിലും വേരുകൾ പുറത്തേക്കാണ് വളരുന്നത്. ചെടികൾക്ക് പറ്റിപ്പിടിച്ച് വളരാനുള്ള മീഡിയമായി കരിക്കഷ്ണങ്ങൾ, ഓട് കഷ്ണങ്ങൾ, നന്നായി ഉണങ്ങിയ തൊണ്ട് കഷ്ണങ്ങൾ ഇവയൊക്കെ ഉപയോഗിക്കാം. തീരെ ചെറിയ കഷ്ണങ്ങൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ മീഡിയം പോട്ടിൽ കുത്തി നിറയ്ക്കരുത്. നല്ല ലൂസായി കിടന്ന് ഇടയ്ക്കിടയ്ക്ക് എയർ പോക്കറ്റ്സ് ഉണ്ടായിരിക്കുമ്പോഴാണ് വേരുകൾക്ക് ആരോഗ്യത്തോടെ വളരാനും ഇടയ്ക്കുള്ള വായു അറകളിൽ നിന്നും പോഷകങ്ങൾ വലിച്ചെടുക്കാനും സാധിക്കുന്നത്. ഇനി ഓർക്കിഡ് ചെടികൾ മണ്ണിൽ നട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. വായുവിൽ വളരുന്ന വേരുകൾ മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ ശ്വസിക്കാൻ ആവശ്യമായ വായു കിട്ടാതെ അവ ചീഞ്ഞു തുടങ്ങും. കാലക്രമേണ ചെടി നശിച്ചു പോകും. ചെടി നട്ടിരിക്കുന്ന മീഡിയം പഴകിപ്പൊടിഞ്ഞാലും ഇതുപോലെ വേരുകളുടെ ആരോഗ്യത്തെ ബാധിച്ച് ചെടി നശിച്ചു പോകും. 1-2 വർഷത്തിലൊരിക്കൽ പൊടിഞ്ഞു തുടങ്ങിയ മീഡിയം മാറ്റി ഉണങ്ങിയതും ചീഞ്ഞതുമായ വേരുകളെല്ലാം മുറിച്ച് കളഞ്ഞ് പുതിയ മീഡിയത്തിൽ നടുന്നത് നന്നായിരിക്കും. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ഗ്രൗണ്ട് ഓർക്കിഡ്സിന് ബാധകമല്ല. അവയെക്കുറിച്ച് വേറൊരു വീഡിയോ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഗാർഡനിങ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.